സാർ, ഈ അടിയന്തര പ്രമേയത്തെ ഞാൻ എതിർക്കുകയാണ്. ഒരു മിനിറ്റ്. പോയിന്റ് ഓഫ് ഓർഡർ എന്താണ്? ബഹുമാനപ്പെട്ട മോൻ ജോസഫ് വസ്തുതാവിരുദ്ധമായ ഒരു പരാമർശമാണ് ഈ സഭയിൽ നടത്തിയത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ ചില സാങ്കേതിക പിശക് മൂലം പക്ഷേ സ്വതന്ത്രമായി നോമിനേഷൻ കൊടുത്ത ഒരു സ്ഥാനാർത്ഥിത്വമാണ് അംഗീകരിച്ചത്. അത് BJP ആയി ചിത്രീകരിക്കുന്ന തികച്ചും കളവായ അടിസ്ഥാനരഹിതമായ ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് അത് രേഖകൾ ഉണ്ടാവാൻ പാടില്ല. ശ്രീ തോമസ് കെ തോമസ്, അങ്ങ് സംസാരിച്ചോ. അല്ല, അങ്ങ് പറഞ്ഞതിന് മറുപടി പറഞ്ഞു. സാർ, ഈ അടിയന്തര പ്രമേയത്തെ ഞാൻ എതിർക്കുകയാണ്. സാർ എൻ്റെ സഹോദരനായ ഷംസുദ്ദീൻ, അദ്ദേഹം വളരെ നല്ല രീതിയിൽ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്, പ്രത്യേകിച്ചും UDFൻ്റെ സെക്ടറിൽ നിന്നും. പക്ഷേ ഇന്ന് അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ വളരെ ദയനീയമായ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. കാരണം അദ്ദേഹത്തിനൊന്നും പറയാനായിട്ടില്ല. കാരണം അദ്ദേഹത്തിന് എന്ത് പറയണമെന്നറിയത്തില്ല. എനിക്ക് തന്നെ വിഷമം തോന്നി. ഞാനൊരു ഗ്ലാസ് വെള്ളം പുള്ളിക്കൊണ്ട് കൊടുത്താലല്ല, കാരണം പുള്ളിക്ക് വെള്ളം ഇറങ്ങുന്നില്ല. വളരെ ദയനീയമായ അവസ്ഥയിലാണ് അവതരിപ്പിച്ചത്. കാരണം സാർ, ഇവരുടെ എല്ലാം നോട്ടം ADGP ആണെങ്കിലും ഇവരുടെ ഉദ്ദേശം പിണറായി വിജയനാണ്, വേറെ കാര്യമൊന്നുമില്ല. ഏത് രീതിയിൽ ആഭ്യന്തര വകുപ്പിനെ താഴ്ത്തിക്കെട്ടാം, ഏത് രീതിയിൽ പിണറായി വിജയനെ ഇരുത്തി കാണിക്കാം എന്നുള്ള ചിന്തയിലാണ് ഇവരിത് കൊണ്ടുവന്നിരിക്കുന്നത്. അടിയന്തര പ്രമേയത്തിൻ്റെ ലക്ഷ്യം ഇത് തന്നെയാണ്. നമുക്കെല്ലാം അറിയാം. നമ്മുടെ പ്രിയങ്കരനായ കുഴൽനാടൻ സംസാരിച്ചപ്പോൾ മുഴുവൻ അദ്ദേഹത്തിന് പറയാനായിട്ടുള്ളത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെക്കുറിച്ചാണ്. സാർ, ഇവിടുത്തെ സബ്ജക്റ്റ് ADGP ആണ്. ADGPയെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറയുന്നത്, അല്ലെങ്കിൽ മാറ്റി നിർത്തിയപ്പോൾ ഇവർ പറയുന്നു അത് പോരാ. ഇവർ പറയുന്ന ഉടനെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യണം. ഇവർ പറയുമ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ് ഇവർക്കുള്ളത്. സാർ, ഇങ്ങനെയൊന്നും അല്ലല്ലോ ഒരു ഗവൺമെൻറ് ഭരിക്കേണ്ടത്. ഒരു ഗവൺമെൻറ് അതിൻ്റേതായ രീതികളും സംവിധാനങ്ങളുമുണ്ട്. അത് വളരെ നല്ല രീതിയിലാണ് സഖാവ് പിണറായി വിജയൻ നടത്തുന്നത്. വ്യക്തമായ ധാരണ ഈ നിയമസഭയ്ക്കുണ്ട്, അത് ഞങ്ങൾക്കുമുണ്ട് സാർ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത രീതിയിലേക്ക് പോകുന്ന നിങ്ങളുടെ ഈ രീതികൾ ശരിയല്ല സാർ. വളരെ ക്ലിയറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സംസാരിപ്പിക്കാൻ അനുവദിക്കത്തില്ല. ഇവർ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, ബളം വെച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ ലക്ഷ്യമാണ്. ഈ സത്യസന്ധമായ കാര്യം പറയാൻ ഇവർ സമ്മതിക്കത്തില്ല. സാർ, ഈ സ്വർണം പിടിക്കേണ്ടത് ആരാ? പോലീസാണ്. പോലീസ് എവിടുന്നാണ് സാർ സ്വർണം പിടിക്കുന്നത്? സാർ, കസ്റ്റംസ് അല്ലയോ സ്വർണം പിടിക്കേണ്ടത്? അപ്പൊ എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിനെ ഇവർ പരിഹാരാത്തത്? ഇവർക്ക് പറയാനായിട്ടില്ല. അപ്പൊ എയർപോർട്ടിൽ നിന്നും സ്വർണം ഇറങ്ങി വരുന്നത് കസ്റ്റംസ് ത്രൂ ആണ്. അത് വെളിയിലിട്ട് പോലീസിനെ പിടിക്കുന്നുണ്ടെങ്കിൽ സാർ, അത് പോലീസിന്റെ കഴിവല്ലയോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത പോലീസിനെ ഇവരെന്തിനാ ഇരുത്തി കാണിക്കാനായിട്ട് അവരുടെ പേര് ദോഷകരമായ രീതിയിൽ കൊണ്ടുവരാൻ ഇവരാഗ്രഹിക്കുന്നത്? അപ്പോൾ പോലീസിനെ പ്രശംസിക്കുക ചെയ്യേണ്ടത്. ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും RSSും CPMുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള നമുക്കറിയാം. കൊച്ചിലെ മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. RSSകാർ CPMകാരൻ്റെ തല വെട്ടിയ ചരിത്രമേ ഉള്ളൂ. ഒരു കോൺഗ്രസ്സുകാരൻ്റെ തല RSSകാരൻ വെട്ടിയതായിട്ട് കേട്ടിട്ടില്ല. ഇവരും കോൺഗ്രസും ഇവരുമായിട്ടാണ് ബന്ധമുള്ളതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് നമുക്ക് പറയാനായിട്ടുള്ള വിഷയം ഇതാണ്. ആവശ്യമില്ലാത്ത ഉമ്മാക്കി കാണിച്ചൊന്നും പിണറായി വിജയനെ പേടിപ്പിക്കേണ്ട. ഈ നിലപാട് വളരെ ശക്തമായിട്ട് എടുക്കും. ഏത് ADGP ആയാലും ഏത് പോലീസുകാരനായാലും എടുക്കേണ്ട സമയത്ത് അവൻ്റെ പേരിൽ നടപടിയെടുക്കുവാൻ ആർജവമുള്ളൊരു ഗവൺമെൻറ്റാണ് കേരള ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് വളരെ വ്യക്തമായിട്ടും പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ. എനിക്ക് പറയാനായിട്ടുള്ളത്, പൊന്നാനി MLA നന്ദകുമാർ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. വളരെ വ്യക്തമായ രീതിയിൽ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഈ സമയോചിതമായിട്ടുള്ള സന്ദർഭോചിതമായ ഈ പ്രഹസനമൊക്കെ വിട്ടിട്ട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകണം. ഏത് വ്യക്തിയാണേലും ഞങ്ങൾ സസ്പെൻഡ് ചെയ്യേണ്ട രീതിയിൽ സസ്പെൻഡ് ചെയ്തിരിക്കും, നടപടി എടുക്കേണ്ട രീതിയിൽ നടപടി എടുത്തിരിക്കും. ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ കാണിക്കത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാനായിട്ടുണ്ട് സാർ. കാരണം SP കുറിച്ച് ഇവർ പറഞ്ഞു, സുജിത് ദാസ്, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത രീതികൾ കാര്യങ്ങളൊക്കെ തെറ്റാണ് സാർ. പല പോലീസുകാരും തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നവർ കാണും. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവരുടെ പേർ നടപടിയുണ്ട്. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റിനെ ഇരുത്തി കാണിക്കാനായിട്ടുള്ള നിങ്ങളുടെ നിലപാടൊന്ന് നിർത്തിയിട്ട് നിങ്ങൾ ഈ മുഖ്യമന്ത്രിയെ സ്ഥിരം ആക്രമിക്കുന്ന രീതിയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട്, ഈ കുടുംബത്തെ ആക്രമിക്കുന്ന രീതിയൊന്ന് മാറ്റിവെച്ചിട്ട് നല്ല രീതിയിലൊരു ഭരണം നടത്താൻ RSSുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇരുപക്ഷവും അവസാനിപ്പിക്കണം. നിങ്ങൾ മാത്രമല്ല, എല്ലാവരും അവസാനിപ്പിക്കണം. കാരണം അതിന് വളരെ കറക്റ്റല്ലേ? വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അവിടെ നിങ്ങൾ ഈ രീതിയിൽ ഇരുപക്ഷം എന്ന് ഉദ്ദേശിച്ച്
മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും തന്നെ അതാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് തിരുത്തണ്ട. അല്ല, ഞാൻ LDF കാരനാണല്ലോ. ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗും കോൺഗ്രസ്സുകാരുമായിട്ടുള്ള RSകാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് വ്യക്തമായിട്ട്. അത് നിങ്ങൾ വളച്ചൊന്നും ഓടിക്കണ്ട. ഇരുപക്ഷം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ട് കക്ഷിയായിട്ടല്ലേ ഇരിക്കുന്നത്. നിങ്ങളുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് വളരെ വ്യക്തമായിട്ടും പറയാനായിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ഞങ്ങളെ സ്വതന്ത്രമായിട്ടൊന്ന് ഭരിക്കാൻ വിടണം. വളരെ നല്ല രീതിയിലൊരു ഭരണം കേരളത്തിൽ കാഴ്ചവെക്കുന്നുണ്ട്. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രമേയത്തെ ശക്തമായിട്ട് എതിർക്കുകയാണ് സാർ.